മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. ആദ്യത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഡൈസെപ്പാം എന്ന ഗുളികയല്ല ഈ റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഗുളിക. ഞാനത് എഴുതിയിട്ടുമില്ല, വേണമെങ്കിൽ ആ ചീട്ടെടുത്ത് നോക്കിക്കോ. അതെല്ലാം അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഡൈസൾഫറാമാണ്, അതതിലില്ല. പിന്നെ എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ കുപ്പി എടുത്ത് കുടിച്ചത്? അപ്പോൾ ഒരു ഡോക്ടർ ഒരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഞാനത് എഴുതൂല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഡൈസെപ്പാമല്ല, അവിടെ ഉള്ളപ്പോൾ കഴിച്ച ഗുളികകൾ തന്നെയാണ് അതിൽ എഴുതിയേക്കുന്നത്, അതിൽ മാറ്റി എഴുതിയിട്ടില്ല. അത് ഷൈബിക്ക് കുടിക്കാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ചീട്ട് പോലും മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല എന്ന് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് കുടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ വീട്ടിൽ തിരക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഹോസ്പിറ്റലിലെ നിയമം ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാതെ അവിടെ അഡ്മിറ്റ് ആക്കാൻ പറ്റില്ല എന്നാണ്. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ 9 പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ 1-2 പേർക്ക് മാത്രം ബൈസ്റ്റാൻഡർ ഇല്ലാതെ നിൽക്കുക, ബാക്കി എല്ലാവരും ബൈസ്റ്റാൻഡർ ഉണ്ടാവണം എന്നുള്ള നിയമം വരുമ്പോൾ അവരെന്നെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് പറയുമ്പോൾ ഞാൻ ആരോടാ വന്ന് സംസാരിക്കേണ്ടത്? അങ്ങനെ ചെയ്യുന്നവരോടല്ലേ വന്ന് സംസാരിക്കുക. പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും പേഷ്യൻറ്റിനോട് പോയി സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ അത് വന്ന് അവിടെ പറയണം, എന്നിട്ട് അവിടെ അതിനുള്ള വകുപ്പ് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ നടക്കില്ല. അപ്പോൾ അഡ്മിഷൻ നടക്കാതിരിക്കാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. മദ്യം കഴിക്കാതിരിക്കണം, അതാണ് അതിൻ്റെ ചികിത്സ. അപ്പോൾ അത് ചെയ്യണം. അത് അല്ലാതെ നമ്മൾ പോയിട്ട് മരുന്നും കഴിക്കും മദ്യവും കഴിക്കും എന്നിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റായി കഴിയുമ്പോഴല്ലേ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കരുത് നമ്മൾ. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈ നിയമം അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല, അതാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് അവിടെ മദ്യം കൊണ്ടുവരുന്നുണ്ട്, കുടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അത് ആ പേഷ്യൻറ്റിന് മാത്രമാണ് അങ്ങനെ നടക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് കൂടെ നിന്നത് ഫ്രണ്ടാണ്. അങ്ങനെ ചെയ്യാറില്ല. നമ്മളെപ്പോഴും ഭാര്യേനെ, അമ്മേനെ, കുടുംബക്കാരെ മാത്രം നിർത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞും കൊണ്ട് അവർ ചതിക്കില്ല, അങ്ങനെയാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിനെ നിർത്തിയത് കൊണ്ടാണ് അങ്ങനെ നടന്നത്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം അവിടെ ആരൊക്കെ കുടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട് കുടിക്കാറുള്ളതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരും കൂടെ കുടിച്ച് എന്നറിഞ്ഞപ്പോഴാണ് അതെന്താക്കിയത്, അവരെ പിടിച്ച് പുറത്താക്കിയത്. പക്ഷെ അവരൊക്കെ കുടിക്കാതിരിക്കുക അതല്ല ഷൈബിയുടെ പ്രോബ്ലം. ഷൈബി എന്താ ചെയ്യേണ്ടത്? ഷൈബിയുടെ ആകെ ഒറ്റ ലക്ഷ്യമുള്ളൂ, മദ്യം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് അഡ്മിഷൻ ആണെങ്കിലും ശരി, അഡ്മിഷൻ അല്ലെങ്കിലും ശരി. ഈ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുടിക്കാനൊരു വകുപ്പ് ഉണ്ടാക്കിയിട്ടിരുന്ന് കുടിക്കലല്ല ചെയ്യേണ്ടത്. ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് കുടുംബക്കാർ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുടിക്കാതിരിക്കലാണത് വേണ്ടത്. അത് ഡൈസൾഫറാൻ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ മരുന്നുകൾ കഴിച്ചിട്ട് അതിലേക്ക് നീങ്ങണം. ഇനി മരുന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഷൈബിയുടെ ഇഷ്ടമാണ്. ഒരാൾക്ക് സ്നേഹം ഉണ്ടാകുമ്പോഴാണ് വഴക്ക് പറയുള്ളൂ, അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ വഴക്ക് പറയുന്നവരോടൊക്കെ പ്രതികരിക്കാൻ വേണ്ടി പോയി കുടിക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പെരുമാറുക, അതനുസരിച്ച് മദ്യത്തിനെ മാറ്റി നിർത്തുക. ഇപ്പോഴും അതുതന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഡോക്ടർ അത് പറഞ്ഞു ഇത് പറഞ്ഞു വീട്ടിൽ നടന്നു അവിടെ നടന്നു ഇവിടെ നടന്നു എന്ന് പറഞ്ഞിട്ട് പോയി കുടിക്കാൻ കുപ്പി എടുത്ത് 200-300 മില്ലി കുടിക്കുകയല്ല വേണ്ടത്. ഇനിയിപ്പോൾ ഷൈബിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും പോയിക്കോ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ കുടിക്കരുത്, അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് പ്രാർത്ഥനയും അതാണ്. അത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മറ്റുള്ളവർ അവർക്ക് ആത്മാർത്ഥത അനുസരിച്ച്, ഞാൻ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് എൻ്റെ ആത്മാർത്ഥത വെച്ചിട്ടാണ്. ആ രോഗിക്ക് ആത്മാർത്ഥത വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ. അതില്ലെങ്കിൽ അവർക്കാണ് നഷ്ടം, എനിക്കല്ല. അത് അവരെ നഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരനുഭവിച്ചോളും, അതെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആക്ഷൻ എടുക്കും. അതേ ഞാൻ ചെയ്തോളൂ, അവരെ പിടിച്ച് പുറത്താക്കി. ഇനി ബാക്കിയുള്ളവർ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരനുഭവിച്ചോളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. അതും പറഞ്ഞിട്ട് ഷൈബിക്ക് കുടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കലല്ല അതിൽ വേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യുക. ഡൈസൾഫ്രാം ഞാൻ എഴുതാത്ത മരുന്ന് എഴുതിയെന്ന് പറഞ്ഞിട്ട് ഓരോന്നെടുത്ത് കുടിക്കുകയല്ല വേണ്ടത്. മനസ്സിലാവണ്ട? ആ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ, ഷൈബിക്ക് അത് എടുക്കാൻ താല്പര്യമില്ല, ഞാൻ എഴുതിയത് നോക്കിയിട്ട് അത് ഞാൻ ഡൈസൾഫ്രാം എഴുതി പറ്റിക്കാൻ നോക്കാമെന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഷൈബി കൂടി നിർത്തിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല ഷൈബി. അത് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും ശരിയാവാൻ പോണില്ല. അത് ലൈഫിൽ അത് ഗുണം ചെയ്യില്ല കേട്ടാ. അപ്പോൾ അത് നിർത്തുക തന്നെ വേണം. അത് എവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താലും എങ്ങനെയാണെങ്കിലും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നതും ഇത്രയും വന്ന് നിന്നതും ഞാനിവിടെ ട്രീറ്റ് ചെയ്തതും. അപ്പോൾ അതനുസരിച്ച് ഞാൻ പറഞ്ഞതനുസരിച്ചോ അല്ലെങ്കിൽ ഞാൻ ചെയ്യണതനുസരിച്ചോ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞു മദ്യം തുടരുതെന്ന്.
കാരണം ഉണ്ടാക്കി പോയി കുടിച്ചു അല്ലേ? കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. അതൊക്കെ ഷൈബിയുടെ ഇഷ്ടമാണ് കേട്ടാ. പേഷ്യൻറ്റിന് വേണ്ടിടത്തോളം നേരത്തെ മാത്രമേ എനിക്ക് ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല.